ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി സങ്കീർത്തനങ്ങൾ 130:3 വായിക്കുന്നു. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വച്ചാൽ കർത്താവേ, ആര് നിലനിൽക്കും? ക്രിസ്തുയേശുവിലേവർക്കും സ്നേഹവന്ദനം. ക്രിസ്തീയ ജീവിതത്തിൽ ക്രമേണ ഉയർച്ച പ്രാപിക്കുന്ന അനുഭവത്തെ സൂചിപ്പിക്കുന്ന ആരോഹണ ഗീതങ്ങളാണ് 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനക്കാരൻ കടന്നുപോകുന്ന നാനാവിധമായ കഷ്ടതകളിൽ യഹോവയോട് നിലവിളിക്കുന്നു. കഠിനമായ വേദനയുടെ ആഴങ്ങളിൽ നിന്നും ദൈവത്തിൽ നിന്നുള്ള ഉറപ്പിൻ്റെ ഉയരങ്ങളിലേക്കുള്ള ഗീതമാണിത്. തൻ്റെ പ്രാർത്ഥന കേൾക്കണമെന്നും ദൈവത്തിൻ്റെ ചെവി തൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ എന്നും ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ തന്നെ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നത് ദൈവം നമ്മുടെ അകൃത്യങ്ങളെ ഓർമ്മ വച്ചാൽ ആർക്കും നിലനിൽക്കുവാൻ കഴിയുകയില്ല എന്നാണ്. എങ്കിലും അകൃത്യങ്ങളെ ഓർത്ത് പശ്ചാത്താപ ഹൃദയത്തോടെ ദൈവത്തെ സമീപിക്കുന്നവർക്ക് വിടുതൽ ലഭിക്കുക തന്നെ ചെയ്യും. പശ്ചാത്താപ സങ്കീർത്തനമായി കണക്കാക്കപ്പെടുന്ന ഈ ഗീതത്തിൽ തൻ്റെ കഷ്ടപ്പാടുകൾ പാപമൂലമാണെന്നും പരിഹാരമായി കർത്താവിൻ്റെ ഇടപെടൽ ആഗ്രഹിക്കുന്നുവെന്നും വിളിച്ചറിയിക്കുന്നു. പാപത്തെ മറച്ചുവയ്ക്കാതെ വിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ അത് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കേണ്ടതാകുന്നു. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ ആഖാൻ പാപം ചെയ്യുകയും അത് മറച്ചുവെക്കുവാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ അനന്തരഫലം ഭയാനകരമായിരുന്നു. നാം ചെയ്യുന്ന പാപപ്രവൃത്തികളിൽ നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമുക്ക് ചുറ്റുമുള്ളവർക്കും കൂടി പ്രതിസന്ധി വിളിച്ചു വരുത്തുന്നു. പാപപ്രവൃത്തികൾ ആർക്കും ദൈവത്തിൽ നിന്ന് മറച്ചു വയ്ക്കുവാൻ കഴിയുന്നതല്ല. ഏറ്റുപറയാത്ത പാപം ഒരുവനെ നാശത്തിലേക്ക് നയിക്കുന്നു. ദൈവമുമ്പാകെ പാപത്തെ ഏറ്റുപറയുന്നവന് വിമോചനമുണ്ട്. അതായത് ദൈവത്തിൽ നിന്ന് പാപക്ഷമ ലഭിക്കുന്നു. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയും വചനത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവർക്ക് വിടുതൽ ലഭിക്കുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ ഇടപെടലിനായി കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് നല്ല പ്രഭാതത്തിന് കാത്തിരിക്കുന്നത് പോലെ പ്രത്യാശയോടെ കാത്തിരിക്കുക. ആത്യന്തികമായി സകല മാനവരാശിയുടെയും പാപത്തിന് പരിഹാരം യേശു ക്രിസ്തു ക്രൂശിൽ വരുത്തി. അതെ, കർത്താവിൻ്റെ പക്കൽ വീണ്ടെടുപ്പുണ്ട്. അവൻ ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെ വീണ്ടെടുക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പ്രഖ്യാപിക്കുന്നു. ഓർക്കുക, കഷ്ടതയുടെ തീച്ചൂളയിൽ നിന്നും പാപബോധം വന്ന് കുറവുകൾ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ നിരപ്പ് പ്രാപിക്കുവാനും ആശ്വാസം ലഭിക്കുവാനും നമുക്ക് ക്രിസ്തുമൂലം ദൈവം അവസരമൊരുക്കിയിരിക്കുന്നു. പുതിയ നിയമ ഇസ്രായേലേ, കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. വീണ്ടെടുപ്പുകാരൻ നിന്നോട് കൂടെയുണ്ട്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനങ്ങൾ ഏവർക്കും ആശംസിക്കുന്നു.